ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 4 വഴുതനങ്ങ വളരെ നൈസാക്കി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള 4 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വഴുതനങ്ങയുടെ വലിപ്പം അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതിന് ഏത് വഴുതന വേണമെങ്കിലും ഉപയോഗിക്കാം. നാടൻ വഴുതനങ്ങ, മറ്റേ എന്താ പറയുക, വൈറ്റ് കളറുള്ള വഴുതനങ്ങ ഒക്കെ ഇല്ലേ, പലതരത്തിലുള്ള വഴുതനങ്ങ നമുക്ക് അവൈലബിൾ ആണ്. വലിയ വഴുതനങ്ങ ആണെങ്കിൽ ഒരു വലിയ വഴുതനങ്ങ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഒരു 4-5 ഉപയോഗിക്കാം. അപ്പോൾ അത് തന്നെ വളരെ നൈസാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് തോരനാണ്. ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഇത് വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യുക. ഒരുപാട് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ നമുക്ക് കടുകൊക്കെ കാച്ചുന്ന സമയത്ത് ഇട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിൽ കുക്ക് ചെയ്യുന്ന കാരണം ശരിക്കും കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ പവറിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓവൻ പ്രൂഫ് പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണ് വഴുതനങ്ങ തോരൻ. കാരണം വഴുതനങ്ങയ്ക്ക് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഉപ്പ് ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ടാൽ മതി. നല്ലോണം വെള്ളമുള്ള വെജിറ്റബിളാണ് വഴുതനങ്ങ. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട. അതേസമയം നമ്മൾ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതെപ്പോഴൊന്ന് ശ്രദ്ധിക്കുക. കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീം വരുന്ന വരെ മാത്രം മതി. വിസിൽ വരാൻ നിൽക്കണ്ട. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്കങ്ങ് എടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ട് മിഡിലൊരു സ്പേസ് ഉണ്ടാക്കണം എപ്പോഴും ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത്. അത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതാ നമ്മുടെ വഴുതനങ്ങ കുക്കായിട്ടുണ്ട്. അത്യാവശ്യം നന്നായി കുക്കായിട്ടുണ്ട്. തോരൻ റെഡിയാക്കാൻ തുടങ്ങാം. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഒരു കടായി അല്ലെങ്കിൽ ചീനച്ചട്ടി, അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കുറച്ച് ഉഴുന്നുപരിപ്പ്. ഞാൻ ഉഴുന്നുപരിപ്പ് ഇടാറുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പ് ഒരു പ്രത്യേക സ്വാദ് നൽകും നമ്മുടെ തോരന്. ഒരുപാടൊന്നും വേണ്ട, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് പൊട്ടിക്കോട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 10 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, ചെറിയുള്ളി. അതേസമയം നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വഴുതനങ്ങയിൽ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം, അതല്ലെങ്കിൽ ഒരു 3-4 എണ്ണം ഇടാം. കാരണം പച്ചമുളകാണ് നമ്മൾ എരിവിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി അവസാനം ചേർത്ത് കൊടുക്കും. ഇതിൽ വേറെ മുളകൊന്നും ഉപയോഗിക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ അങ്ങ് തേങ്ങ വറുത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പുണ്ട്. കുരുമുളക് പൊടി വരുമ്പോൾ കുറച്ചും കൂടി എരിവായിക്കോളും. അപ്പോൾ ഉപ്പും എരിവൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ശരിയും കൂടെ നേരം ഒരു 2 മിനിറ്റോളം തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുശേഷം വേണം കുക്ക് ചെയ്തിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ കുക്കറിലിട്ട വഴുതനങ്ങ ആണെങ്കിലും അല്ലെങ്കിൽ പാത്രത്തിൽ വേവിച്ച വഴുതനങ്ങ ആണെങ്കിലും ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ തോരൻ അടിപൊളിയാവുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. അല്പം കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എരി നോക്കിയതിന് ശേഷം വേണം കേട്ടോ തീരുമാനിക്കാം. ഒരു അല്പം മാത്രം ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. അത് വെറുതെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്നും വേണ്ട, ഈ തോരൻ മാത്രം മതി. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. വെള്ളം കളഞ്ഞതിന് ശേഷം കളയണ്ട, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, വേറെ സൂപ്പിലോട്ടൊക്കെ ഒഴിക്കാം. പക്ഷേ ആ വെള്ളത്തോട് കൂടി ഇടാൻ പാടില്ല. വെള്ളം ഇല്ലാതെ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഴഞ്ഞു പോകുകയും. ആ പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ തോരൻ ഞാൻ ഓഫ് ചെയ്യാൻ കേട്ടോ. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും തന്നെ കുഴഞ്ഞിരിക്കുന്നില്ല. അതിലോട്ട് ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്.
കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. തുറന്നിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ തോരൻ. ഫൈനലി ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അടിപൊളിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ വേറെ നിങ്ങൾ ഒരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി ചോറിനാൻ. അതായത് നമ്മുടെ തോരൻ ചൂടാറിയട്ടോ. ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതായത് ഒട്ടും കുഴഞ്ഞിട്ടില്ല, ഇങ്ങനെ തനിയെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.